കുട്ടികളിൽ നമ്മൾ അലർജി കാണാറുണ്ട്. അപ്പം നിങ്ങളുടെ കുട്ടിക്ക് അലർജി ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? നിങ്ങളുടെ കുട്ടി ഇടയ്ക്കിടയ്ക്ക് തുമ്മുന്നുണ്ടോ? പതിവായിട്ട് രാവിലെ എഴുന്നേറ്റ് തുമ്മുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ, ഇന്ന ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ തുമ്മൽ അല്ലെങ്കിൽ ദേഹത്ത് ചൊറിച്ചിൽ, തടിപ്പ് അങ്ങനെ എന്തെങ്കിലും കാണാറുണ്ടോ? ഇതെല്ലാം ഒളിഞ്ഞിരിക്കുന്ന അലർജിയുടെ രോഗലക്ഷണങ്ങളാണ്. ഇത് നിങ്ങൾ അവഗണിക്കരുത്. ഇത് നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞാൽ ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ രൂപാന്തരപ്പെട്ട് ശ്വാസം മുട്ടലോ അല്ലെങ്കിൽ കൂടുതൽ ഗൗരവമുള്ള അസുഖങ്ങളായിട്ട് അല്ലെങ്കിൽ വിട്ടുമാറാൻ ബുദ്ധിമുട്ടുള്ള ഒരു രോഗമായിട്ട് മാറിയേക്കാം. അതുകൊണ്ട് അങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ നിങ്ങൾ കൃത്യമായ ഹോമിയോപ്പതി ചികിത്സ സ്വീകരിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നെ അത് കൂടാതെ ഏതെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോൾ കുട്ടിക്ക് ചൊറിച്ചിലോ അല്ലെങ്കിൽ തുമ്മലോ അല്ലെങ്കിൽ ചിലപ്പോൾ ശ്വാസം മുട്ടൽ ഉണ്ടാക്കിയല്ലോ ഉണ്ടാണെങ്കിൽ തൽക്കാലത്തേക്ക് ആ ഭക്ഷണ സാധനങ്ങൾ മാറ്റി വെക്കുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ കഴിക്കുന്ന ഏതെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കൊണ്ടായിരിക്കാം എന്നൊരു സംശയമുണ്ട്. പക്ഷേ ഏതാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്കതിനു വേണ്ടിയുള്ള കൃത്യമായ ബ്ലഡ് ടെസ്റ്റുകളും ഇന്ന് ലഭ്യമാണ്. അത് ചെയ്താലും ഏതൊക്കെ ഭക്ഷണത്തിനോടാണ് നിങ്ങളുടെ കുട്ടിക്ക് അലർജി ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. തൽക്കാലം അത് ഒഴിവാക്കി നിർത്തിയാൽ ഇതിൽ നിന്ന് ആ രോഗലക്ഷണങ്ങൾക്ക് നമുക്ക് ഒരു ശമനം കിട്ടുകയും കൃത്യമായ ഹോമിയോപ്പതി ചികിത്സ ആ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് മാറുകയും നേരത്തെ നമ്മൾ ഒഴിവാക്കിയിരുന്ന ഭക്ഷണ സാധനങ്ങൾ ആ കുട്ടിക്ക് വീണ്ടും ആസ്വദിച്ച് കഴിക്കാനും സാധിക്കും.